Question number 20. Integral x plus 2 divided by root 4x minus x square dx. ഇവിടെ ന്യൂമറേറ്റർ ഈക്വൽ ടു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ പ്ലസ് ബി. എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, ഇവിടെ 2a മൈനസ് 2a. അപ്പോൾ എയുടെ വാല്യൂ -1/2. ഈ കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്തിട്ട് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ 2, ഇവിടെ 4b പ്ലസ് ബി എന്ന് വരും. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 2 + 2 = 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചിട്ട് x + 2 പകരം -1/2 × 4 - 2x + 4 എന്ന് എഴുതുക. ഇത് രണ്ട് ടേമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -1/2 × ഇൻറ്റഗ്രൽ 4 - 2x ഡിവൈഡഡ് ബൈ റൂട്ട് 4x - x സ്ക്വയർ dx പ്ലസ് ഇവിടെ 4 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇൻറ്റഗ്രൽ സൈനിന് പുറത്തെടുത്തു. 4 × ഇൻറ്റഗ്രൽ 1/√4x - x സ്ക്വയർ dx. ഇതെന്ന് പറയുന്നത് റൂട്ടിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ വരുന്നത് എങ്കിൽ നമുക്ക് 2 × റൂട്ട് 4x - x സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ -1/2 × 2 × റൂട്ട് 4x - x സ്ക്വയർ പ്ലസ് 4 × I1. ഞാൻ ഇതിന് I1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നു. I1 = ഇൻറ്റഗ്രൽ 1/√4x - x സ്ക്വയർ dx. ഇവിടെ നമുക്ക് x സ്ക്വയർ a സ്ക്വയർ ഫോം അല്ല, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റും x സ്ക്വയറുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് പെർഫെക്റ്റ് സ്ക്വയറിങ് ചെയ്യണം. പെർഫെക്റ്റ് സ്ക്വയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആക്കണം ആദ്യം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസിന് പുറത്തെടുക്കണം. മൈനസ് പുറത്തെടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² - 4x എന്ന് വരും. പിന്നീട് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പം 4ൻ്റെ ഹാഫ് 2, 2ൻ്റെ സ്ക്വയർ 4, പിന്നെ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഫംഗ്ഷനെ നമുക്ക് x - 2² എന്നും ഇതിന് -2² എന്നും എഴുതാം. ഇനി നമ്മൾ ഈ മൈനസ് ബ്രാക്കറ്റിനകത്തോട്ട് കൊടുക്കുന്നു. അപ്പോൾ 2² - x - 2² എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ 4x - x² പകരം 2² - x - 2² എന്ന് ചെയ്യും. എന്നിട്ട് x - 2ന് t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പറയുന്നത് കണ്ട് ഈ ഇൻറ്റഗ്രൽ 1/√a² - x² dx ഫോം വരും. അതെന്ന് പറയുന്നത് sin ഇൻവേഴ്സ് x/a ആണ്. ഇവിടെ sin ഇൻവേഴ്സ് t/a എന്ന് പറയുന്നത് 2 t/2 + c. ഇനി അതിന് ടിക്ക് പകരം x - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ആൻസർ എന്ന് പറയുമ്പോൾ I = -√4x - x² പ്ലസ് ഈ 4 എടുത്ത് എഴുതണേ, മറന്നു പോകരുത്. I1 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളായിരുന്നു. പ്ലസ് 4 × sin ഇൻവേഴ്സ് x - 2/2 + c. Question number 21. Integral x + 2 divided by root x² + 2x + 3 dx. ഇവിടെ x + 2 = a ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് ബി. ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. 1 = അതായത് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് x. 1 = 2a, a = 1/2 എന്ന് കിട്ടും. പിന്നെ കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്ത് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. b = 1 എന്ന് കിട്ടും. ഇനി x + 2ന് പകരം നമ്മൾ 1/2 × 2x + 2 + 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ 1/2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുക്കുന്ന ഇൻറ്റഗ്രൽ 2x + 2 ഡിവൈഡഡ് ബൈ റൂട്ട് x² + 2x + 3 dx പ്ലസ് ഇൻറ്റഗ്രൽ 1/√x² + 2x + 3. ഇവിടെ ഈ ഫംഗ്ഷൻ ഇപ്പം നമുക്ക് ഇപ്പോൾ കുറേ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/2 × ഈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, അതായത് റൂട്ടിനകത്തുള്ള ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്റർ ചെയ്യുമ്പോൾ 2 × ഡിനോമിനേറ്റർ എന്ന് എഴുതാം. 2 × x² + 2x + 3 പ്ലസ് ഇതിനെ I1 എന്നെടുത്ത് സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്നു. പെർഫെക്റ്റ് സ്ക്വയറിങ്, അതായത് x² + 2x + 3യെ പെർഫെക്റ്റ് സ്ക്വയറിങ് ചെയ്ത് രണ്ട് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതുന്നു. അത് x² + 2x, അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1 ആഡ് ചെയ്യും, അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, +3. അപ്പോൾ x + 1 2 + 2 എന്ന് വരും.
അപ്പോൾ 2 നമുക്ക് √2² എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഇവിടെ എഴുതുമ്പോൾ ഇന്റഗ്രൽ 1/√x+1² പ്ലസ് √2² ഇവിടെ x+1 t എന്ന് കൊടുക്കുക. അപ്പോൾ dt എന്ന് പറയുന്നത് dx ആയിട്ട് തന്നെ വരും. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നു, ആ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ തെറ്റരുത്, കോഎഫിഷ്യന്റ് കറക്റ്റ് ആയിട്ട് തന്നെ വരണം. ഈക്വൽ ടു ലോഗ് മോഡ് x+1 പ്ലസ് √x² പ്ലസ് 2x പ്ലസ് 3. ഈ ആൻസർ എന്ന് പറയുമ്പോൾ i ഈക്വൽ ടു, അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, i ഈക്വൽ ടു √x² പ്ലസ് 2x പ്ലസ് 3 പ്ലസ് ലോഗ് മോഡ് x+1 പ്ലസ് √x² പ്ലസ് 2x പ്ലസ് 3 പ്ലസ് c. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്റഗ്രൽ x+3 ഡിവൈഡഡ് ബൈ x² മൈനസ് 2x മൈനസ് 5 dx. ഇവിടെ x+3 ഈക്വൽ ടു a ഇൻറ്റു 2x മൈനസ് 2 പ്ലസ് b എന്ന് എഴുതുക. എയുടെ വാല്യൂ 1/2 എന്ന് കിട്ടും. കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യുന്ന ബിയുടെ വാല്യൂ 4 എന്ന് വരും. ഇനി x+3ക്ക് പകരം 1/2 2x മൈനസ് 2 പ്ലസ് 4 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ 4 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ടേം ആയിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതിനെന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും ന്യൂമറേറ്റർ. അപ്പോൾ അതിൻ്റെ ലോഗ് ഫംഗ്ഷൻ ആയിട്ട് മാറും. 1/2 ഇൻറ്റു ലോഗ് x² മൈനസ് 2x മൈനസ് 5 പ്ലസ് 4i. i1 എടുത്തിട്ട് ഞാൻ സെപ്പറേറ്റ് അതിനെ മാറ്റി ചെയ്യുന്നുണ്ട്. i1 ഈക്വൽ ടു 1/x² മൈനസ് 2x മൈനസ് 5 dx. ഇനി ഇതിനെ പെർഫെക്റ്റ് സ്ക്വയറിങ് ചെയ്യണം. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റിൻ്റെ ഹാഫ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ വെച്ച് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ x-1² മൈനസ് 6 എന്ന് വരും. ഇനി ഇതിന് പകരം x² മൈനസ് 2x മൈനസ് 5ന് പകരം x-1² മൈനസ് √6² എന്ന് എഴുതുക. നമുക്ക് ആ ഇക്വേഷൻ അറിയാമല്ലോ, ഇന്റഗ്രൽ 1/x² മൈനസ് a² dx എന്ന് പറയുന്നത് 1/2a എന്ന് പറയുന്ന √6 ആണ്. 1/2a ലോഗ് മോഡ് x മൈനസ് a ബൈ x പ്ലസ് a. എക്സിൻ്റെ പ്ലേസിൽ x-1 എന്നും എയുടെ പ്ലേസിൽ √6. അപ്പോൾ x-1 മൈനസ് 6 ഡിവൈഡഡ് ബൈ x-1 പ്ലസ് 6 പ്ലസ് c. ഈ ആൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ എടുത്ത് എഴുതുക. 1/2 ഇൻറ്റു ലോഗ് മോഡ് x² മൈനസ് 2x മൈനസ് 5 പ്ലസ് 4 ഇൻറ്റു 1/2a 2√6 ലോഗ് x-1 മൈനസ് √6 ബൈ x സോൾവ് ചെയ്ത്